ടീ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. ഹണി റോസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് ഓടി വന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഹണി റോസ് അല്ല കേട്ടോ. ആ കേരളത്തിൻ്റെ എന്താ പറയുക ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ആ ഒരു നടിയെ അല്ല കേട്ടോ ഞാൻ ഉപമിച്ചത്. ഇത് ഹണി റോസ് ടീ എന്ന് പറയും. നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ള ചായയാണ്. ജിഷാനിൻ്റെ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നല്ല ഡ്രൈഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള റോസാപ്പൂവിൻ്റെ ഇതളുകൾ എടുക്കുക. എന്നിട്ട് നല്ല ഒറിജിനലായിട്ടുള്ള തേനും എടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം എടുക്കുക. ഇത് മൂന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഹണി റോസ് ടീ റെഡി. ഇനി അതിലേക്ക് കുറച്ചുകൂടി രുചി കേട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് കറുവപ്പട്ടൻ്റെ കുറച്ച് പാർട്സ് വേണമെങ്കിൽ ഇടാം. ഗ്രീൻ ടീ വേണമെങ്കിൽ കുറച്ച് ഇടാം. ഇനി സാധാ ടീ വേണമെങ്കിൽ കുറച്ച് അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇതിൽ എന്ത് ആരോഗ്യമുള്ള സാധനം ഉണ്ടാക്കിയാലും അതിലേക്ക് ഈ പഞ്ചാര ആഡ് ചെയ്താലാണ് ഒക്കെ കൊളാകുക. ഇനി പഞ്ചാര വേണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ആഡ് ചെയ്താലും മതി കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വെള്ളം ചൂടാക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള 2 ടീസ്പൂണോളം വരുന്ന രീതിയിൽ ഈ റോസ് പെറ്റൽസ് പൊടിച്ചിട്ട് വേണം അങ്ങനെ അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു 6-7 മിനിറ്റ് അത് വീണ്ടും ഇളക്കി നന്നായിട്ട് ഇതാക്കുമ്പോഴേക്ക് അതിലേക്ക് റോസ് പെറ്റൽസ് എന്നുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് എത്തും. എന്നിട്ട് ഇതൊക്കെ റെഡി ആയതിന് ശേഷം 1-2 ടീസ്പൂണ് തേൻ അതിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കറുവപ്പട്ടയുടെ പാർട്സോ ലെമണോ എന്തെങ്കിലും എന്ത് ചെയ്യുക അതിലേക്ക് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നു. കുറച്ചുകൂടി രുചി കൂട്ടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ. ഇനി അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് പറയണ്ടേ? ഈ റോസ് പെറ്റൽസിൽ നമുക്കറിയാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ഗ്ലാമർ ഇല്ലാതാക്കുന്ന എന്തൊക്കെ തടയാൻ അതിന് സാധ്യമാവും? ഈ ഫ്രീ റാഡിക്കൽസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ റോസ് പെറ്റൽസ് കൊണ്ട് സാധ്യമാവും. പിന്നെ നമുക്ക് ദഹനപ്രക്രിയ നന്നാക്കാൻ സഹായിക്കും. പിന്നെ ഈ റോസിൻ്റെ ഈ ഒരു അരോമ ഉണ്ടല്ലോ, ഈ സ്മെല്ല്, ഈ സുഗന്ധം നമ്മളെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. നല്ലൊരു അരോമ തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടാക്കും. പിന്നെ ഈ ഹണിയിലടങ്ങിയുള്ള തേനിലടങ്ങിയിട്ടുള്ള പല കമ്പണൻസും നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ. നമുക്കറിയാം പൂർവികരായി തൊട്ടേ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ഭക്ഷ്യവസ്തുവാണ് ഈ തേൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? തേനീച്ചയുടെ ഒരു വിസർജ്യ വസ്തു മറ്റു മനുഷ്യന്മാർക്ക് ആരോഗ്യത്തിന് ഗുണമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിന്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ വിവാദ വിഷയങ്ങൾ കടപെട്ട് നിൽക്കാതെ ഇതുപോലുള്ള ചായകളൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി നോക്കുക. ബായ്.